ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഇന്നലെ നടന്ന 10th ലെവൽ പ്രിലിംസിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊൽക്കത്ത. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാമവർമ്മ ശക്തൻ തമ്പുരാൻ. രണ്ടിൻ്റെ ആൻസർ സി ആണ് വരുന്നത്, രാമവർമ്മ ശക്തൻ തമ്പുരാൻ. ലോഹങ്ങളുടെ രാജാവ്, മൂന്നിൻ്റെ ആൻസർ എ, സ്വർണം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ? നാലിൻ്റെ ആൻസർ വരുന്നത് എ ആണ്, ഓപ്ഷൻ എ, ബംഗളൂരു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത്? അഞ്ചിൻ്റെ ആൻസർ ഡി ആണ്, EP രാജഗോപാൽ. കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? ആറിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, GV രാജ അവാർഡ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന്? ഏഴിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2026 ഏപ്രിൽ 9. രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവ്? എട്ടിൻ്റെ ആൻസർ ഡി ആണ് വരുന്നത്, ശ്രീനാരായണ ഗുരു. 9, പ്രാചീന മലയാളം ആരുടെ കൃതിയാണ്? 9ൻ്റെ ആൻസർ എ ആണ്, ചട്ടമ്പി സ്വാമികൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? 10ൻ്റെ ആൻസർ വരുന്നത് ഡി, ഒഡീഷ. 11, മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? 11ൻ്റെ ആൻസർ ബി ആണ് വരുന്നത്, മിസോറാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽവേ പാത? 12ൻ്റെ ആൻസർ വരുന്നത് സി ആണ്, പീർ പഞ്ചൽ പാത. ഇന്ത്യയിലെ വാതോർജ നിലയം? 13ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ലംബ. ഹിമാലയത്തിലെ ലവണജല തടാകം? 14, ഡി ആണ് വരുന്നത്, ഓഖ്ല. ഡി ആണ് വരുന്നത് ഏതാ? രാക്കാസ്. 14ൻ്റെ ആൻസർ ഏതാണ്? ഡി, രാക്കാസ്. 15, പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയും സിന്ധു താഴ്വരയും ബന്ധിപ്പിച്ചിരുന്ന പാത? 15ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഷാഹി പാത. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയും സിന്ധു താഴ്വരയും ബന്ധിപ്പിച്ചിരുന്നത് ഷാഹി പാത. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല? 16ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, താർസാർ. ദിഗ്ബോയ്. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ദിഗ്ബോയ്. 17ൻ്റെ ആൻസർ വരുന്നത് ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായി ഭവിച്ച തടാകം? 17 സി ആണ് വരുന്നത്, ദാൽ തടാകം. സമാധാനത്തിൻ്റെ പാലം എന്നറിയപ്പെടുന്നത്? 18ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, അമാൻ സേതു. 18 ഡി. 19, പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്? 19ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഉത്തരാഖണ്ഡ് ഹിമാലയം. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്? 20ൻ്റെ ആൻസർ വരുന്നത് സി ആണ്, ധാർവാർ ശിലകൾ. ഏത് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? 21, ബർദോളി സത്യാഗ്രഹം. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 22ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഒന്നാം സ്വാതന്ത്ര്യ സമരം. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 23 തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ, അത് രണ്ടുമാണ് തെറ്റായിട്ടുള്ളത്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലി. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ? 24, 25 തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിനെതിരായിരുന്നു. ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത്? 26 ബി ആണ് വരുന്നത്, ക്യാപ്റ്റൻ ലക്ഷ്മി. 27, സ്വാതന്ത്ര്യ ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? 27ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, റാഫി അഹമ്മദ് കിദ്വായി. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണമെന്ത്?
28ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, 2ഉം 3ഉം എന്നുള്ളതാണ് വരുന്നത്. വിഘടനവാദി ഭീഷണി ഇല്ലാതാക്കൽ, രാജ്യത്തിൻ്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 29ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം ആണ്. ഇന്ത്യയുടെ ഐക്യം എന്ന സങ്കല്പത്തിന് കരുത്തേകി പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. താഴെ പറയുന്നതിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ വിമർശകനായിരുന്ന വ്യക്തി ആര്? 30ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, സി രാജഗോപാലാചാരി. 31 ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എഴുതുക. 31ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, 2, 4 എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണം നൽകുന്നു. അടിമത്തം, തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരൻ്റെയും മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. 32ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, എല്ലാം ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വരുന്നത്. ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സംസ്കാര സമന്വയത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനും ഉള്ള മനോഭാവം വികസിപ്പിക്കുക. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത്. 33ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മൗലിക കർത്തവ്യങ്ങൾ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് ഇവിടെ വെച്ചാണ്. 34ൻ്റെ ആൻസർ വരുന്നത് സി ആണ്, ആലുവയിൽ വെച്ചിട്ടാണ് സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏത്? 36 എ ആണ്, ആംനസ്റ്റി ഇൻ്റർനാഷണൽ. 36A സിറ്റിസൺ ഫോർ ഡെമോക്രസി. ഏതാണ് വരുന്നത്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉൾപ്പെടാത്തത് ഏതാണ്? സിറ്റിസൺ ഫോർ ഡെമോക്രസിയാണ് ഉൾപ്പെടാത്തത്. ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ഗ്ലോബൽ വാച്ച് ഇതൊക്കെ ഉൾപ്പെടുന്നതാണ്. സിറ്റിസൺസ് ഓഫ് ഡെമോക്രസിയാണ്. 36ൻ്റെ ആൻസർ വരുന്നത് എ ആണ്, സിറ്റിസൺസ് ഓഫ് ഡെമോക്രസിയാണ് ഉൾപ്പെടാത്തത്. 37 വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. 37 സി ആണ് വരുന്നത്, 3ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. ഇതാണ് ആൻസർ വരുന്നത്. കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നു. അത് തെറ്റാണ്. ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ഉദ്യോഗസ്ഥനിൽ നിന്ന് 150 രൂപ. അതും തെറ്റാണ്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? 38ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, 1, 2, 3, 4. തടവറകളിലെ അതിക്രമം തടയൽ, വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, ഭരണനിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം ഏത്? 39 സി ആണ് വരുന്നത്, 1947 ജൂലൈ 22. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ 40 എ ആണ് വരുന്നത്, ബി ഹരിനായർ. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം 41 ബി ആണ് വരുന്നത്, തെന്മല. തട്ടേക്കാട് പക്ഷി സങ്കേതം ഇതിലിവിടെ സ്ഥിതി ചെയ്യുന്നു. 42 ബി എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? 43 ബി ആണ് വരുന്നത്, പെരിയാർ. അഞ്ചുവണ്ണം എന്നാൽ എന്ത്? 44 സി ആണ് വരുന്നത്, വാണിജ്യ സംഘം. 45 മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? JC ഡാനിയൽ. 45 ഡി ആണ് വരുന്നത്, JC ഡാനിയൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം 46 എ ആണ് വരുന്നത്, കണിക്കൊന്ന. പ്രാചീന തുറമുഖമായ മുസിരിസ് ഇതിൽ ഏത് സ്ഥലമാണ്? 47 കൊടുങ്ങല്ലൂരാണ് മുസിരിസ്. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം 48 സി ആണ് വരുന്നത്, പാലക്കാട് ചുരം. 49 അസമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത്? 49 ബി ആണ് വരുന്നത്, സർവീസസ്. 50 കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? സി ആണ് വരുന്നത്, പള്ളിവാസൽ. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ? 51
സി വരും. അയ്യങ്കാളി. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം താഴണം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്? 52 ബി ആണ്. ദൈവദശകത്തിലെ വരികളാണ്. അടുത്തത് താഴെ തന്നിരിക്കുന്നത് ശരിയായ ജോഡി എഴുത്. 53 ശരിയായ ജോഡി. 53ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം. സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. 54ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. 2, 4 ആണ് തെറ്റായിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം, ആദിഭാഷ എന്നിവയാണ്. പിന്നെ സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. അത് രണ്ടുമാണ് തെറ്റായിട്ടുള്ളത്. ഒരു ജാതി ഒരു മതം, അതെല്ലാം ശരിയാണ്. അപ്പോൾ ഏതാണ് ഉത്തരം വരുന്നത്? 2, 4 എന്നുള്ളതാണ് തെറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 55 സി ആണ് വരുന്നത്. 56 കുളച്ചിൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനായി മാറിയത് ആര്? 56 എ ഡിലനോയി. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങൾ പെടാത്തതേത്? 57 ബി ആണ് വരുന്നത്. മാപ്പിള കലാപം. പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഏത്? 58 എ ആണ് വരുന്നത്. 1, 3 ആണ് വരുന്നത്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. താഴെ തന്നിരിക്കുന്നതിൽ പരസ്പര ബന്ധമില്ലാത്തത് ഏത്? 59ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. 1ഉം 2ഉം ആണ് ബന്ധമില്ലാത്തത്. മാവിലത്തോട്, വേലുത്തമ്പി ദളവ, മണ്ണടി പഴശ്ശിരാജ, അത് രണ്ടുമാണ്. 59 ഡി ആണ് ആൻസർ തന്നിരിക്കുന്നത്. 60 താഴെ കൊടുത്തിരിക്കുന്നവയിൽ സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം. 60ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. 2, 4, 3, 1. കുണ്ടറ വിളംബരം, കുറിച്യ കലാപം, പൂക്കോട്ടൂർ കലാപം, മൊറാഴ സമരം. കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം. ആരുടെ? കല്ലേൽ പൊക്കൂടൻ. 61 ബി. 62 മനുഷ്യ ശരീരത്തിലെ ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? മെലാട്ടോണിൻ. 62 സി ആണ് മെലാട്ടോണിൻ. ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സയാണ്? ക്ഷയരോഗത്തിൻ്റെ ചികിത്സ. 63 സി ആണ് ക്ഷയം. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ളതുമായ ടിഷ്യൂ മാതൃകകളാണ്. 64 ഡി. ഏതാണ്? ഓർഗനോയിഡ്. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്നതും ചെറുതുമായ ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളാണ് ഓർഗനോയിഡ്. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. 65 ഡി ആണ് വരുന്നത്. ബയോ റെമഡിയേഷൻ. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിൻ്റെ സങ്കര ഇനമാണ്? 66 ബി ആണ് വരുന്നത്. പയറിൻ്റെ സങ്കര ഇനമാണ് ഭാഗ്യലക്ഷ്മി. വായുമലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? 67 എ ആണ് വരുന്നത്. ലൈക്കനുകൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. പ്രസ്താവന 1. മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. കാരണം ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിൻ്റെ തന്തുക്കൾ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. 68 സി ആണ് വരുന്നത്. എ ശരിയാണ്, ആർ തെറ്റാണ്. 69 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. 69 ഡി ആണ് വരുന്നത്. എയും ഡിയും ശരിയാണെന്നുള്ളതാണ് വരുന്നത്. കട്ടികൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? 70ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, വൈറ്റമിൻ ഡി. 71 പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി എന്നത് ഡാഷ് വാട്ടാണ്. 71 ബി ആണ് വരുന്നത്. 746 വാട്ടാണ്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം. 72 ബി ആണ് വരുന്നത്. റേഡിയം. 73 ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം. 73
സി ആണ് വരുന്നത് സിങ്ക്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? 20 മുതൽ 20,000 ഹെർട്സ് വരെയുള്ളതാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? 75ൻ്റെ ആൻസർ വരുന്നത് ബി 2000 ഹെർട്സ്. 12C, 13C, 14C എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബണിൻ്റെ ഐസോടോപ്പ് ഏതാണ്? 76. 76ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എല്ലാ കാർബൺ ഓപ്ഷൻ എ ആണ്. 12C ആണ് വരുന്നത്. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് 77. എ ആണ് വരുന്നത്. സ്ഥിതികോർജ്ജം. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികം ആകുന്ന താപനില -4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിൻ്റെ താപനില ഏറ്റവും അധികമാകുന്നത് 78. സി ആണ് വരുന്നത് 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്നത് 4 ഡിഗ്രി സെൽഷ്യസ്. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? 79. ബി ആണ് വരുന്നത്. 79 ബി നൈലോൺ. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമാകുന്നതാണ് ഉത്പതനം. 80 എ ഉത്പതനം. 81. 8, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഓപ്ഷൻ ബി ആണ് വരുന്നത് 51. 2.5 + 3.25 + -4 1/5. 82ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 111/22 √2 + 3 √2 -√8. 83. ബി ആണ് ആൻസർ വരുന്നത് 3 √2. 84. ഒരു ക്ലാസ്സിൽ 25 കുട്ടികളുടെ ശരാശരി വയസ്സ് 13. ടീച്ചറുടെ വയസ്സ് കൂടി ചേർത്തപ്പോൾ ശരാശരി 14 വയസ്സായെങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? 84ൻ്റെ ആൻസർ സി ആണ് 39 വയസ്സ്. അടുത്ത പദം ഏത്? 3, 7, 15, 31. 85ൻ്റെ ആൻസർ വരുന്നത് സി ആണ് 63. 86. 16 + 8 / 2 × 6 - 20. 86ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് 40. 87. ക്ലോക്കിലെ സമയം 3:20 ആണെങ്കിൽ സൂചികൾ തമ്മിലുള്ള ഡിഗ്രി അളവ് എത്ര? 87. സി ആണ് വരുന്നത് 20 ഡിഗ്രി. 5x - 1 × 5³ × 5² = 3125 എങ്കിൽ എക്സിൻ്റെ വില എന്ത്? 88. ബി ആണ് വരുന്നത് 1. 60 ആളുകൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ അധികം വേണ്ടിവരും? 89. ഡി ആണ് വരുന്നത് 40 ആളുകൾ അധികം വേണ്ടിവരും. ഒരു കച്ചവടക്കാരൻ 110 രൂപയ്ക്ക് വാങ്ങിയ ഒരു പുസ്തകം 132 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര ശതമാനം? 90. ബി ആണ് വരുന്നത് 20%. 1, 1, 2, 3, 5, 8 എന്ന ശ്രേണിയുടെ അടുത്ത പദം ഏത്? ഇത് ഫിബൊനാച്ചി സീരീസ് ആണ്. അടുത്ത പദം ഏതാണ്? 91. ബി ആണ് വരുന്നത് 13. 8, 5, 13. 92. 3 × 2 9, 4 × 3 13, 5 × 4 17, 6 × 5 എന്താണ്? എന്ത് വരും? 92ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് 21. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് 3, 6, 11, 18 എന്ന ശ്രേണിയിൽ ഉൾപ്പെടാത്തത്? 93. ബി ആണ് ആൻസർ വരുന്നത് 37. സുരേഷ് 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും എവിടെയായിരിക്കും? 94. എ ആണ് വരുന്നത് 4 കിലോമീറ്റർ തെക്ക്. 7 + 8 / 4 -2 × 3 + 1 95. സി ആണ് വരുന്നത് 4. 96. 3 വർഷം മുമ്പ് മത്തായിക്ക് മകൻ ജോണിൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങ് പ്രായമുണ്ട്. 2 വർഷം കഴിയുമ്പോൾ മത്തായിയുടെ പ്രായം ജോണിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാകും. എന്നാൽ ഇപ്പോൾ മത്തായിയുടെ പ്രായം എത്ര? 96. ബി ആണ് വരുന്നത് 43. ഒരു ക്ലോക്കിൽ സമയം 4 മണിയാകുമ്പോൾ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയായിരിക്കും? 97. സി ആണ് വരുന്നത് 120 ഡിഗ്രി. 3:12 ആണെങ്കിൽ x:60 ആണെങ്കിൽ എക്സിൻ്റെ വില എത്ര? 98. ഡി ആണ് വരുന്നത് 15. 99. പ്ലസ് എന്നത് ഇൻറ്റുവിനെയും മൈനസ് എന്നത് പ്ലസിനെയും ഡിവിഷൻ എന്നത് മൈനസിനെയും ഇൻറ്റു എന്നത് ഡിവിഷനെയും സൂചിപ്പിച്ചാൽ 6 / 3 + 2 - 8 × 4 എത്രയായിരിക്കും? 99. എ ആണ് വരുന്നത് 2. 7, 10, 6, 13, 5, 16 എന്ന ശ്രേണിയുടെ 9ാം പദം ഏത്? 100. സി 3. ഉപകാരപ്രദം നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത PDF വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതിയാവും. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്.